ബംഗളൂരിൽ മലയാളിയുടെ ക്രൂരമർദ്ദനത്തിനിരയായ 47-കാരി അതീവ ഗുരുതരാവസ്ഥയിൽ. വാടാനപ്പള്ളി സ്വദേശി സുനിതയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തുന്ന മലയാളി ദീപകൃഷ്ണനാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. സുനിതയെ താൻ ആക്രമിച്ചുവെന്ന് ദീപകൃഷ്ണൻ സമ്മതിക്കുന്ന ഓഡിയോ സന്ദേശം 24-ന് ലഭിച്ചു. അവളെ കഴുത്തിൽ നല്ല കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ നല്ല കൊടുത്ത് അവള് ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. അവള് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതാണ് DK. മനസ്സിലായ? അവളെ കഴുത്തിൽ നല്ല കൊടുത്ത് അവള് ആംബുലൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതാണ് DK. വെയിറ്റ് ബ്രൗൺ പപ്പ DK. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റ സുനിത അബോധാവസ്ഥയിലായെന്നും ഇനി ഒന്നും ചെയ്യാനെന്നും ഡോക്ടേഴ്സ് അറിയിച്ചതായി സുനിതയുടെ ഭർത്താവ് സിൻഡോ 24-നോട് പറഞ്ഞു. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചെയ്യുന്നു. ശ്രീത്ത്, ഇരുവരും പരിചയമുള്ളവരാണോ? എന്താണ് അയാളുടെ വാക്കുകളിലൊക്കെ അങ്ങേയറ്റം ധാർഷ്ട്യമാണ്, സ്വബോധത്തിലാണ് ഇതൊക്കെ പറയുന്ന പോലും സംശയമുണ്ട്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഇയാൾ ഇപ്പോൾ എവിടെ? മർദ്ദിച്ചാൽ ഇപ്പോൾ എവിടെയാണ്? ആ പറയുന്ന പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? പരിക്കേറ്റ 47-കാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതായത് 3-ാം തീയതി മിനിങ്ങാന്നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവർ പരിചയക്കാരാണ്. ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ ഷെൽട്ടർ ഹോമുകൾ നടത്തുന്ന ആളുകളാണ്. സിൻഡോയും അതുപോലെ തന്നെ സുനിതയും. അവർ വാടാനപ്പള്ളി പത്താംകല്ല് സ്വദേശികളാണ്. ഇവർ ഇവിടെയും തൃശ്ശൂർ വാടാനപ്പള്ളിയിലും ഇത്തരത്തിൽ തെരുവുനായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ ഹോം നടത്തുന്നുണ്ട്. ഒരു NGO ആണ്. ഈ പത്രത്തിൽ പരസ്യം കണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. ഈ DK എന്ന ദീപകൃഷ്ണനും അതുകൂടാതെ ഈ സുനിതയും സിൻഡോയും ഒക്കെ പരിചയപ്പെടുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം 3-ാം തീയതിയാണ്. 3-ാം തീയതിക്ക് 2 ദിവസം മുൻപാണ് അവർ അവിടെ എത്തുന്നത്. എന്തായാലും ഈ ദീപകൃഷ്ണന്റെ പെരുമാറ്റത്തിലെ ചില അസ്വാഭാവികതകൾ, ഈ സുനിത മാത്രമല്ല അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. സുനിതയുടെ ഒരു സഹോദരിയുടെ മകളും മറ്റൊരു തൃശ്ശൂർ സ്വദേശിനിയായ ഒരു യുവതിയും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇയാളുടെ പെരുമാറ്റത്തിലെ ചില പ്രശ്നങ്ങളും മദ്യപാനവും ഒക്കെ കണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകണം, തിരിച്ച് തങ്ങൾ മടങ്ങുകയാണ് എന്നറിയിക്കുകയായിരുന്നു. ഇതാണ് ഇയാളെ പ്രകോപിച്ചതെന്നാണ് പറയുന്നത്. അവിടെ ജോലിക്കായി ആണ് ഇവർ അവിടെ പോയിരുന്നത്. വേണമെങ്കിൽ ഇത്തരത്തിൽ പണമടക്കം നൽകാമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.